ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചതോടെ വിഷു വിപണിയും ഉണർന്നു. വിഷുക്കണി ഒരുക്കാനുള്ള സാധന സാമഗ്രികളുടെ വിൽപ്പനയാണ് കടകളിൽ തകൃതിയായി നടക്കുന്നത്. വിഷുവിന് കണ്ണനെ കണി കാണാൻ ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുക. വിഷുനാളിൽ പുലർച്ചെ 2:30 കണി ദർശനം. തലേന്നു തന്നെ ഭക്തർ ക്ഷേത്രാങ്കണത്തിലെത്തും. വിഷു അടുത്തതോടെ വിഷുക്കണി കിറ്റുകളും കടകളിൽ സജീവമായി. പടക്ക വിപണി പോലെ സജീവമാണ് വിഷുക്കണി വിപണിയും. ഓട്ടുരുളിയിൽ മഞ്ഞപ്പട്ടുടുത്ത കൃഷ്ണവിഗ്രഹം, കണിക്കൊന്ന, വാൽക്കണ്ണാടി, തിരുടയാട, പഴം, വെള്ളരി, നാളികേരം, ഗ്രന്ഥം, സ്വർണം തുടങ്ങി ഒരു വർഷത്തെ ഐശ്വര്യത്തെ വരവേൽക്കുന്നതാണ് വിഷുക്കണി. വിഷുവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത് വിഷുവിന് ആവശ്യമായ വിഷുക്കണി ഒരുക്കാനായ സാധന സാമഗ്രികളും കൃഷ്ണവിഗ്രഹങ്ങൾ, വിഷുക്കണി ഒരുക്കാൻ വേണ്ട വാൽക്കണ്ണാടി, തിരുടയാട, ഉരുളി, ഇതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ചെലവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിറ്റിന് പുറമെ സാധന സാമഗ്രികൾ വാങ്ങിച്ച് വീട്ടിൽ കണിയൊരുക്കുന്നവരും കുറവല്ല. ഇന്നത്തെ കാലത്ത് ഓട്ടുരുളിയിൽ കൃഷ്ണവിഗ്രഹം വെച്ച് മറ്റു വിഭവങ്ങളൊരുക്കി പഴവർഗ്ഗങ്ങൾക്ക് പകരം പ്ലാസ്റ്റിക് പഴങ്ങൾ നിറച്ചാണ് വിഷുക്കണി കിറ്റ് ഒരുക്കിയിട്ടുള്ളത്. വിഷുവിന് പ്രധാനമായിട്ട് കൃഷ്ണവിഗ്രഹം, വാൽക്കണ്ണാടി, കണിക്കാവശ്യമായ ഉരുളി, ഇതെല്ലാമാണ് വിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ചെറിയൊരു ഏത് രീതിയിൽ വിഷുക്കണി ഒരുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റൻ്റായിട്ട് കാണുന്ന രീതിയിലുള്ള വിഷുക്കണിയും കൂടിയും പുതിയ ജനറേഷൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിലുള്ള പഴവർഗ്ഗങ്ങൾ ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അതെല്ലാം മാറ്റി ആ സമയങ്ങളിൽ ഒറിജിനൽ വെച്ച് വിഷുവിന് വയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ഷോക്കേസിൽ വെക്കാമെന്നുള്ള രീതിയിൽ അതും നല്ല ചിലവ് അനുഭവപ്പെടുന്നു. വിഷുവിന് 2 ആഴ്ച മുൻപേ വിപണി ഉണർന്നു കഴിഞ്ഞു. പ്ലാസ്റ്റിക് കണിക്കൊന്നയ്ക്കും കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. കണ്ണന്റെ വിഗ്രഹങ്ങളും വളരെയധികം വിറ്റഴിയുന്ന സീസണാണിത്. നാടും നഗരവും ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. കണ്ണന്റെ തിരുനടയിൽ വിഷുക്കണിയും വിഷുക്കൈനീട്ടവും ഒരുക്കി വിഷുവിന് വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് മലയാളികൾ. രാജു, ഗുരുവായൂർ, ന്യൂസ് 18. വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കും. ഭക്തർക്ക് നാളെ മുതൽ 18 വരെയാണ് ദർശനത്തിന് അനുമതി. 18-ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. വിർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്തവർക്കാണ് ദർശനത്തിന് അനുമതി. 2 തവണ വാക്സിൻ എടുത്തവർക്ക് RT-PCR നിർബന്ധമാണ്. 14-ന് പുലർച്ചെ സന്നിധാനത്ത് വിഷുക്കണി ദർശനമുണ്ടാകും. വിഷു ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് പടക്കം. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്കിടയിലും വിഷുവിന്റെ വരവറിയിച്ച് പടക്കക്കടകൾ സജീവമാകാൻ തുടങ്ങി. കോവിഡാനന്തര സാമ്പത്തിക പ്രതിസന്ധിയും നിയന്ത്രണങ്ങളും പടക്കക്കച്ചവടത്തെ സാരമായി ബാധിക്കും. വിഷു എന്നാൽ ആദ്യം മനസ്സിലോടിയെത്തുന്നത് പടക്കമാണ്. വിഷുക്കണി കഴിഞ്ഞാൽ മലയാളികൾ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചുമാണ് വിഷുവിനെ ആഘോഷമാക്കി മാറ്റുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ് പടക്ക കച്ചവടക്കാർ ഒരു വർഷക്കാലം ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ വിഷു നിറം മങ്ങിയതും ദുരിതത്തിന്റെയുമാണ്. കൊറോണയുടെ ഭാഗമായി വന്ന ലോക്ഡൌൺ കഴിഞ്ഞ കൊല്ലത്തെ പടക്ക വിപണിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. കോവിഡാനന്തര സാമ്പത്തിക പ്രതിസന്ധി കച്ചവടത്തെ ബാധിച്ചിട്ടുമുണ്ട്. കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങിയതോടെ നിർദ്ദേശങ്ങൾ കടുപ്പിച്ചതും പടക്ക വിപണിക്ക് തിരിച്ചടിയായി. ഇടക്ക് ഒരു 2-3 ദിവസം നല്ല നിലക്ക് നടന്നിരുന്നു. അപ്പോഴത്തേക്കും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ വന്നു. അത് മറ്റേ പരിശോധനകളും കാര്യങ്ങളൊക്കെ കർശനമാക്കിയതോടുകൂടി ജനങ്ങളും അതിൻ്റെ ഭീതിയിലാണ്. അതിൻ്റെ ഭാഗമായി വീണ്ടും പഴയ രൂപത്തിലേക്ക് കച്ചവടം കുറഞ്ഞു വരികയാണ്. പിന്നെ പടക്കം എന്ന് പറഞ്ഞപ്പോൾ ഒരു അത്യാവശ്യ വസ്തു അല്ലാത്തതുകൊണ്ട് ആളുകളും തന്നെ ഒരു നിരക്കാണ് കാണുക. പ്രതിസന്ധി കാലമായതിനാൽ പാതയോരങ്ങളിൽ ഇത്തവണ പടക്ക കച്ചവടക്കാരില്ല. നല്ല കച്ചവടമുണ്ടായാലും കഴിഞ്ഞ വർഷത്തെ നഷ്ടം നികത്താനാകില്ല. ഈ സാഹചര്യത്തിൽ കച്ചവടം കുറയുന്നത് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പടക്കത്തെ ആഡംബരമായാണ് ഒരു വിഭാഗം കണക്കാക്കുന്നത്. പക്ഷേ ഒരുപാട് കുടുംബങ്ങളുടെ വയറ് നിറയ്ക്കുന്നുണ്ട് കൊല്ലത്തിലൊരിക്കൽ തിരക്കേറുന്ന ഈ പടക്കക്കടകൾ. ന്യൂസ് 18 പട്ടാമ്പി. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ പരുതൂരിലെ വാഴകൃഷി നശിച്ചു. 200 കർഷകരുടെ കഠിനാധ്വാനമാണ് 10 മിനിറ്റ് വീശിയ കാറ്റിൽ ഇല്ലാതായത്. പ്രളയമുണ്ടാക്കിയ നഷ്ടം നികത്താൻ നടത്തിയ കൃഷി കാറ്റിൽ നശിച്ചതോടെ കർഷകർ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിലാണ് പരുതൂറിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിലെ നേന്ത്രവാഴ നശിച്ചത്.
19,000-ഓളം നേന്ത്രവാഴകൾ നശിച്ചതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പരതൂർ പഞ്ചായത്തിൽ കർഷകർ വാഴകൃഷി നടത്തുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തും പരതൂർ കായകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി പ്രളയം വാഴകൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. തുടർന്ന് പന്നിശല്യത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഇരുട്ടടിയായി വേനൽ മഴയും കാറ്റും നാശം വിതച്ചത്. കായ്ച്ചതും കുല വരാറായതുമായ വാഴകളാണ് നശിച്ചത്. കുറേ കാലങ്ങളായിട്ട് വാഴകൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ. 18-ലും 19-ലും 2 പ്രളയമുണ്ടായി. അതിൽ വാഴൻ്റെ മുഴുവൻ നശിച്ചുപോയി. ഇതിൻ്റെ എല്ലാം മൊത്തം ഈ പാടത്തുള്ള കർഷകരെ എല്ലാവരുമായി നശിച്ചുപോയി. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുമെന്ന് വിചാരിച്ച് 2 പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. ഇപ്രാവശ്യം ഇപ്പോൾ അതായത് കാറ്റ് വന്നു പൊട്ടിപ്പോയി, വാഴ മുഴുവൻ നശിച്ചു. ഞാൻ 400 വാഴ വെച്ചിട്ടുണ്ട് ഇതിൽ. അതിലിപ്പോൾ ഇവിടുന്ന് തല വരെ ഒരു 200 വാഴ മീതെ ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു കൊല്ലത്തെ അധ്വാനം ഒരു 10-15,000 വാഴയിലധികം നമുക്ക് ഈ പ്രാവശ്യത്തെ കാറ്റിന് നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന സ്ഥലങ്ങളും മറ്റ് സ്ഥലങ്ങളിലും തെങ്ങുകളും മരങ്ങളും കഴുങ്ങുകളും ഒക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. പാട്ടത്തിന് സ്ഥലമെടുത്താണ് മിക്ക കർഷകരും കൃഷി നടത്തുന്നത്. കടം വാങ്ങിയും വായ്പയെടുത്തുമെല്ലാമാണ് ഭൂരിഭാഗം പേരും കൃഷി ഇറക്കുന്നത്. പ്രളയവും ഇപ്പോഴത്തെ കാറ്റും കൃഷിയിലുണ്ടാക്കിയ നഷ്ടം നികത്തണമെങ്കിൽ ഇനിയും വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. ന്യൂസ് 18 പട്ടാമ്പി. ജാതി അടിമത്തത്തിനെതിരെ പ്രതിഷേധിച്ച ഒരു മുത്തശ്ശിയുണ്ട് കടലുണ്ടിയിൽ. 106 വയസ്സുള്ള പറമ്പൻ തുമ്പി എന്ന മുത്തശ്ശി പഴയ കാലത്തെ ജാതി വ്യവസ്ഥയും പ്രതിഷേധ രീതികളും ഓർത്തെടുക്കുകയാണ്. ജാതി അടിമത്തത്തിന്റെ അടയാളമായി കല്ലും കുപ്പിച്ചില്ലും ഉപയോഗിച്ചുള്ള മാലയണിയുന്ന ആചാരം കേരളത്തിലുണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കല്ലുമാല ബഹിഷ്കരണ സമരത്തിന്റെ ഓർമ്മകൾ ഇന്നും ഈ മുത്തശ്ശിയുടെ മനസ്സിലുണ്ട്. പ്രതിഷേധക്കാർ ആക്രമണത്തിന് ഇരയായപ്പോഴും പിന്നോട്ടു പോകാതെ സമരത്തിൽ ഉറച്ചുനിന്നയാളാണ് കടലുണ്ടിയിലെ പറമ്പൻ തുമ്പി. മുത്തശ്ശിയുടെ വാക്കുകളിൽ അന്നത്തെ ജാതി വ്യവസ്ഥയുടെയും അടിമത്തത്തിന്റെയും ഓർമ്മകൾക്കൊന്നും നിറം മങ്ങിയിട്ടില്ല. 1921 മലബാർ കർഷക കലാപകാലത്താണ് വീടുപേക്ഷിച്ച് പറമ്പൻ തുമ്പി കടലുണ്ടിയിലെത്തിയത്. പിൽക്കാലത്ത് പറമ്പൻ തുമ്പി എന്ന ഈ 106-കാരി കടലുണ്ടിയുടെ സ്വന്തം കല്ലുമാല മുത്തശ്ശിയായി. 106 വയസ്സോളം ആയിന്. എന്നാലും പഴയ കാലങ്ങളിലത്തെ ഇത് ചോദിച്ചാൽ വല്യമ്മക്ക് വലിയ ഉഷാറോടുകൂടി എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും പണ്ട് കാലത്ത് നടന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അത് ഞങ്ങളെ യുവതലമുറയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ വലിയ ഉഷാറാണ് കേൾക്കാൻ. കേൾവിക്കുറവുണ്ടെങ്കിലും ഉച്ചത്തിൽ സംസാരിച്ചാൽ മുത്തശ്ശിക്ക് എല്ലാം മനസ്സിലാക്കാം. മുത്തശ്ശിയുടെ വസ്ത്രധാരണത്തിലും അന്നത്തെ പ്രത്യേകത കാണാം. അടിമത്തത്തിനും വിവേചനത്തിനുമെതിരെ നടക്കുന്ന പരിപാടികളിൽ മുത്തശ്ശി ഭാഗമാകാറുണ്ട്. ന്യൂസ് 18 തിരൂർ. കട്ടപ്പനയിലെ വയോധികയുടെ മരണം കൊലപാതകമെന്ന് സൂചന. കട്ടപ്പന കൊച്ചുതോവാള കൊച്ചുപുരയ്ക്കൽ ജോർജിന്റെ ഭാര്യ ചിന്നമ്മ മരിച്ചത് ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയെ കണ്ടെത്താനായി തിരച്ചിൽ ഊർജിതമാക്കിയെന്നും പോലീസ് അധികൃതർ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് ചിന്നമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം വളാഞ്ചേരി ചോറ്റൂർ സുബീറ ഫർഗത്ത് തിരോധാന കേസിൽ അന്വേഷണം തുടരുന്നു. 1 മാസമായിട്ടും സുബീറയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറാണ് കേസ് അന്വേഷിക്കുന്നത്. മലപ്പുറത്തു നിന്നുള്ള സൈബർ ടീമും അന്വേഷണത്തിൽ പങ്കാളികളാണ്. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിലുള്ളവരെ വീണ്ടും പരിശോധിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ വിദഗ്ധ ഡോക്ടർമാർ കണ്ടെത്തിയ ദുരിതബാധിതരെ അവഹേളിക്കാനാണ് ശ്രമമെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. ജില്ലാ കളക്ടർ സാമൂഹ്യനീതി വകുപ്പിന് നൽകിയ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യവും ശക്തമാണ്. വിവിധ കാലങ്ങളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിലൂടെ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെട്ട 6727 പേരെ അവഹേളിക്കുന്നതിനുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടത്തിന്റേതെന്നാണ് വിമർശനം. വിദഗ്ധ ഡോക്ടർമാരാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തിയത്. അതിൽ അനർഹർ കടന്നുകൂടിയെങ്കിൽ ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന ഇരകൾ എങ്ങനെ കാരണക്കാരാകുമെന്നതാണ് സമരക്കാർ ഉന്നയിക്കുന്ന ചോദ്യം. പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് ജനകീയ മുന്നണിയുടെ ആരോപണം. എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തിയവരുടെ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത് കുറ്റകരമാണോ എന്ന ചോദ്യത്തിന് ജില്ലാ കലക്ടർ മറുപടി പറയണമെന്നും ആവശ്യമുയർന്നു. ഇവർക്ക് ഈ കൊറോണ പീരീഡിൽ ഈ പിള്ളേരെ എല്ലാം എക്സ്പോസ് ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് ക്യാമ്പിൽ കൊണ്ടുവന്ന് വീണ്ടും പരിശോധിക്കുക എന്ന് പറഞ്ഞ് വാട്ട് ഈസ് ഇറ്റ്? ഇത് ശരിക്കും പീഡനമാണ്. പീഡനത്തിന്റെ മുകളിൽ പീഡനമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ അനർഹർ ഇടം പിടിച്ചെന്നും വിദേശത്ത് ജോലി ചെയ്യുന്നവരുൾപ്പെടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ജില്ലാ കലക്ടർ ജി സജിത് ബാബുവിന്റെ റിപ്പോർട്ട്. അതിനാൽ നിലവിലെ പട്ടികയിലുള്ളവരെ പുനഃപരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 കാസർഗോഡ്.
സംസ്ഥാന പാതയോരം കാടുമൂടിയത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു. മുക്കത്ത് കാടുകയറിയ പ്രദേശം എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യമൊഴി പാലത്തിന് സമീപമാണ് റോഡരികിൽ കാടുകയറിയത്. ടിപ്പർ പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വള്ളികളിൽ കുടുങ്ങുന്നതും പതിവാണ്. ബൈക്ക് യാത്രക്കാർക്ക് ഭീഷണിയാണ് റോഡരികിലെ കാടുകൾ. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഫയർഫോഴ്സിന്റെയും ടിപ്പർ തൊഴിലാളികളുടെയും സഹായത്തോടെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഏതാനും വള്ളികൾ മുറിച്ചുമാറ്റി. വലിയ അപകട സാധ്യതയുള്ളതായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് ബൈക്കാരെന്നെ വീണ് കഴിഞ്ഞാൽ നമ്മളെന്നെ കൊണ്ടുപോകേണ്ടി വരും, അത് ഒഴിവാക്കാൻ നമുക്ക്. അപ്പോൾ സാറ് എത്രയും പെട്ടെന്ന് വന്ന് അത് വെട്ടാൻ സഹായിച്ച് ഞങ്ങളത് വെട്ടി. അപകട ഭീഷണിയായ വള്ളികൾ പൂർണ്ണമായും എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ ഞാൻ മുക്കത്ത് പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഈ വള്ളി. ഈ തിരക്ക് കാരണം എനിക്ക് അതിന് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെ സഹായത്താൽ ഇപ്പോൾ അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഇപ്പോഴും ഒരുപാട് കാട് കൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നേരത്തെ പ്രദേശത്ത് പൈതൃക പാർക്ക് നിർമ്മിക്കാനായി മുക്കം നഗരസഭ ശുചീകരണ പ്രവർത്തികൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും കാടുപിടിച്ചതോടെയാണ് അപകട ഭീഷണിയും മാലിന്യ കേന്ദ്രവുമായി പ്രദേശം മാറിയത്. ന്യൂസ് 18 കൊയിലാണ്ടി. വാഴത്തോപ്പ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും JCI ഇടുക്കി ഗ്രീൻ സിറ്റിയുടെയും നേതൃത്വത്തിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണിയാറൻകുടി ആരോഗ്യ ഉപകേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് കോവിൽമല രാജാവ് രാമൻ രാജമനാൻ ഉദ്ഘാടനം ചെയ്തു. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കുന്നതിനായാണ് വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. JCI ഇടുക്കി ഗ്രീൻ സിറ്റിയുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മണിയാറൻകുടി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ JCI ഇടുക്കി യൂണിറ്റ് പ്രസിഡന്റ് PN സതീശൻ അധ്യക്ഷനായിരുന്നു. കോവിൽമല രാജാവ് രാമൻ രാജമനൻ വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയായൻ കോവിഡ് ബോധവൽക്കരണ സെമിനാർ നയിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CB ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, JCI ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 വാഴത്തോപ്പ്. ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം ഇരട്ടിയിലധികം വർദ്ധിച്ചതാണ് കോവിഡ് വ്യാപനം കൂടാൻ കാരണമായതെന്ന് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുകയും ചെയ്യുക മാത്രമാണ് ഏക പ്രതിവിധിയെന്നും ഡോക്ടർ പറഞ്ഞു. ജനങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ കൃത്യത പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാൻ കൂടുതൽ സെക്ടർ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. സുരക്ഷാ കാര്യങ്ങളിൽ ആളുകളെ കൂടുതൽ ബോധവാന്മാരാക്കുവാനുള്ള നടപടികളും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണെന്ന് DMO പറഞ്ഞു. കോൺടാക്ട് കേസസ് ആണ് കൂടുതൽ. കാരണം ആ സമ്പർക്കം നമ്മൾ ഈ പറഞ്ഞ പോലെ SMS, സാനിറ്റേഷനും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടാതെ വന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് കേസസുകൾ കൂടിയത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് SMS പാലിക്കുന്നുണ്ടോ എന്നുള്ളൊരു എൻഫോഴ്സ്മെന്റ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. സെക്ടറൽ മജിസ്ട്രേറ്റിന് ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ സെക്ടറൽ മജിസ്ട്രേറ്റിനെ ചുമതലപ്പെടുത്തി നല്ല രീതിയിൽ 3 കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. കൂടാതെ ടെസ്റ്റിംഗിന്റെ റേറ്റുകളെല്ലാം നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വാക്സിനേഷനും കൂടുതലിലേക്ക്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായ വയനാട് കുറുവ ദ്വീപ് തുറക്കുന്നു. 2 വർഷമായി അടഞ്ഞുകിടക്കുന്ന ദ്വീപാണ് കോടതി ഉത്തരവിനെ തുടർന്ന് ഇന്നു മുതൽ തുറക്കുന്നത്. പരിസ്ഥിതി സംഘടനകൾ നൽകിയ പരാതിയിലാണ് കുറുവയടക്കം ജില്ലയിലെ 5 എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ കോടതി ഉത്തരവിട്ടിരുന്നത്. വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വിനോദസഞ്ചാരികളുടെ ഏറെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് പരിസ്ഥിതി സംഘടനകൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായത്. തുടർന്ന് 2 വർഷത്തോളം എക്കോ ടൂറിസം പ്രദേശങ്ങളിലേക്ക് സഞ്ചാര നിരോധനമുണ്ടായി. പിന്നീട് വനംവകുപ്പ് നിയന്ത്രണത്തിലുള്ള വനസംരക്ഷണ സമിതി കേസിൽ കക്ഷിയേരുകയും ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തതോടെയാണ് കേന്ദ്രങ്ങൾ തുറക്കാൻ കോടതി വിധിയായത്. ദിവസേന 1150 സന്ദർശകർക്ക് ദ്വീപിൽ പ്രവേശിക്കാം. കുറുവ, സൂചിപ്പാറ ഈ 2 കേന്ദ്രങ്ങൾ നമ്മൾ ഫോറസ്റ്റ് ഡിവിഷൻ തുറക്കുകയാണ്. അപ്പം അതിൽ കോടതി പറഞ്ഞിട്ടുള്ള ചില നിബന്ധനകൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് തുറക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്യാരിയിങ് കപ്പാസിറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1150 പേർക്കാണ് ഒരു ദിവസം കുറുവയിലേക്ക് ഉള്ള സന്ദർശനം അനുവദിച്ചിട്ടുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ദ്വീപിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുക. ദ്വീപിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നത് വയനാടൻ ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്.
ന്യൂസ് 18 വയനാട്. കുളമാവിന് സമീപമുള്ള നെല്ലിക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ കുളമാവിൽ വനത്തോട് ചേർന്നുള്ള നെല്ലിക്കപ്പാറ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. കുളമാവിനോട് ചേർന്നുള്ള നെല്ലിക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമാണ്. കുളമാവ് ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ നെല്ലിക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താം. പച്ചപ്പ് നിറഞ്ഞ വിസ്തൃതമായ തീരം ജലാശയത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. വർഷകാലത്ത് ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതോടെ ഇവിടേക്ക് അധികം ആരും എത്താറില്ലെങ്കിലും വേനൽക്കാലത്ത് ഇവിടെ സഞ്ചാരികളുടെ തിരക്കാണ്. നെല്ലിക്കപ്പാറ നല്ല സ്ഥലമാണ്. വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റി. ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെ നല്ല സ്ഥലമൊക്കെയാണ്. മറ്റു പല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുമൊപ്പം ഇവിടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വരുന്നതിനുള്ള റോഡ് ഗതാഗതം വളരെ മോശമാണ്. അതൊന്ന് നന്നാക്കുമായിരുന്നെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റിന് വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതുപോലെ വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ ഇവിടെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി വിനോദത്തിനുള്ള എന്തെങ്കിലുമോ അല്ലെങ്കിൽ ഒരു ചേറുമാടം കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒത്തിരി ധാരാളം വിനോദസഞ്ചാരികൾ വരികയും നമുക്ക് നമ്മുടെ ഒരു വരുമാനം ആകുക. വൈദ്യുതി വകുപ്പും വനവകുപ്പും സംയുക്തമായി നടത്തിവരുന്ന ബോട്ടിംഗ് സൗകര്യങ്ങൾ ഇവിടെയും ഏർപ്പെടുത്തിയാൽ നെല്ലിക്കപ്പാറയും ഇടുക്കിയിലെ മറ്റൊരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. ന്യൂസ് 18 ഇടുക്കി. ഇന്ധനവില വർധനയ്ക്കെതിരെ സൈക്കിൾ യാത്രയിലൂടെ പ്രതിഷേധമറിയിച്ച് കോഴിക്കോട്ടുകാരൻ വെള്ളിമാടുകുന്ന് സ്വദേശി അഖിലേഷ് അച്ചുവാണ് നേപ്പാളിലേക്ക് സൈക്കിൾ സവാരി നടത്തുന്നത്. ആഗോള വിപണിയിൽ വില കുറയുമ്പോഴും രാജ്യത്തെ ഇന്ധനവില ഉയരുന്നതിനെതിരെയാണ് അഖിലേഷിന്റെ പ്രതിഷേധം എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യത്തിലപ്പുറം പൗരന്റെയും കൂടെ കടമയാണെന്ന സന്ദേശം കൂടി പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയെന്ന ലക്ഷ്യവും ഈ സൈക്കിൾ യാത്രയ്ക്ക് പിന്നിലുണ്ട്. പഴയൊരു സൈക്കിൾ സംഘടിപ്പിച്ച് പുതുക്കി പണിതാണ് അഖിലേഷിന്റെ നേപ്പാൾ യാത്ര. കോഴിക്കോട് നിന്നും പുറപ്പെട്ട് കാസർഗോഡ് പിന്നിട്ടിരിക്കുകയാണ് ഈ യുവ അധ്യാപകൻ. പെട്രോൾ വില വർധനവിനെതിരെ എനിക്കൊരു എന്താ പറയുക, ഒരു സമരം പോലെ ചെയ്യണം തോന്നി. അതിനാണ് ഈ കാലിക്കറ്റ് ടു നേപ്പാൾ വരെയുള്ള ഈ യാത്ര, അതായത് ഈ സിംഗിൾ ഗിയർ സൈക്കിളിലുള്ള യാത്രയെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ കായികാധ്യാപകനാണ് അഖിലേഷ്. കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളിന് കിട്ടിയ അവധി യാത്രയ്ക്കുള്ള അവസരമാക്കി. ഇത്തരം യാത്രകൾക്ക് വേണ്ട സൈക്കിളും സന്നാഹങ്ങളും ഒരുക്കാൻ 50,000 രൂപയെങ്കിലും വേണം. സാദാ സൈക്കിളിൽ ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിഹസിച്ച സുഹൃത്തുക്കൾക്കുള്ള മറുപടി കൂടിയാണ് യാത്ര. ഈ സൈക്കിളിലൂടെ ദീർഘയാത്ര സാധ്യമാണെന്നും പ്രതിഷേധ യാത്രയിലൂടെ കാട്ടിത്തരികയാണ് അഖിലേഷ് അച്ചു. ന്യൂസ് 18 കാസർഗോഡ്. നിലമ്പൂരിന്റെ തേക്കിൻ പെരുമയോടൊപ്പം മരം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ചെസ് ബോർഡും ലോക റെക്കോർഡിലേക്ക്. നിലമ്പൂർ സ്വദേശിയും ചിത്രകലാ അധ്യാപകനുമായ MR രവി മരത്തടിയിൽ നിർമ്മിച്ച ഭീമൻ ചെസ് ബോർഡാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. തേക്കിലും വീട്ടിയിലും തീർത്ത ചെസ് ബോർഡിന് 2 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമാണുള്ളത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഈ ചെസ് ബോർഡിലെ കരുക്കൾ പ്ലാവിലും കരുവാകയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരംസ് ബോർഡിന്റെ വലുപ്പത്തിലുള്ള ബോർഡിൽ ചെസ് കളിക്കാം. നിലമ്പൂർ ചക്കാലക്കുത്തുള്ള വർണ്ണശില്പ എന്ന വീട്ടിലേക്ക് എത്തുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് ബോർഡും കരുക്കളും കൗതുക കാഴ്ചയാവുകയാണ്. ചിത്രകലയിൽ നേരത്തെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയും നാഷണൽ ഫെലോഷിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുള്ള MR രവി ഗവൺമെന്റ് മാനവേദൻ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് ബോർഡാണ് മരത്തിൽ തീർത്ത. ഈ രാജാവിൻ്റെ പക്കം തന്നെ 14 ഇഞ്ചാണ്. ഇത് കോയിൻ ഉണ്ടാക്കിയേക്കുന്നത് പ്ലാവും തടിയിലും അതേപോലെ തന്നെ കരുവാക അതിലാണ് കോയിൻ ഉണ്ടാക്കിയാണ്. വെളുത്തതിന് പ്ലാവും കറുത്തതിന് വാക. ബോർഡ് ഉണ്ടാക്കിയേക്കുന്നത് നിലമ്പൂർ തേക്ക് വെള്ളയ്ക്ക്, അതുപോലെ തന്നെ നിലമ്പൂർ തന്നെ ഈട്ടി കറുത്തതിന്. ഇത് 4 അടി 4 അടിയാണ് ഇതിൻ്റെ ചുറ്റളവും. അതുപോലെ 2 മീറ്റർ അകലം വരും ആളിരുന്ന് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊറോണ കാലത്ത് സുഖമായിട്ട് കളിക്കാൻ പറ്റിയതാണ്. കൊറോണയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് കളിച്ചാൽ നമ്മൾ മാസ്ക് വെക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, അങ്ങനെയാണ് ഇത് കളിക്കാവുള്ളൂ. നാളിതുവരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലാത്ത രവി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന പുരാവസ്തു ശേഖരത്തിന്റെ ഉടമ കൂടിയാണ്. ന്യൂസ് 18 നിലമ്പൂർ. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം.
ഗുരുവായൂർ നഗരസഭയിലെ വാർഡ് കൗൺസിലറായ KPA റഷീദിന് കൃഷിയെക്കുറിച്ചറിയാം. രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമാണെങ്കിലും തന്റെ ജീവിതമാർഗം കൃഷിയാണെന്ന് തെളിയിക്കുകയാണ് ഈ കൗൺസിലർ. ഗുരുവായൂർ നഗരസഭയിലെ നെന്മിനിയിലെ കൗൺസിലറാണ് KPA റഷീദ്. രാവിലെ കൃഷിത്തോട്ടത്തിലെ പണികൾ കഴിഞ്ഞ ശേഷമാണ് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. കൃഷിപ്പണി ഉപജീവന മാർഗമാക്കി നാട്ടിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കലാണ് ലക്ഷ്യം. കാർഷിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷിയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ വാഴയാവട്ടെ, അതുപോലെ തന്നെ മറ്റു വിപണി ഒരുപാട് നല്ല രീതിയിലെത്തിക്കണമെങ്കിൽ കാർഷിക വിളകളെ പ്രോത്സാഹിപ്പിച്ചേ മതിയാവൂ. എല്ലാത്തരം കൃഷികളും റഷീദ് ചെയ്തു വരുന്നു. 2 ഏക്കർ സ്ഥലത്തായി ഏകദേശം 200ഓളം വാഴകളാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. വിഷരഹിത പച്ചക്കറിയിലൂടെ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് റഷീദിന്റെ പക്ഷം. വിഷുവിന് ജൈവ പച്ചക്കറി ചന്തയിലൂടെയാണ് വിളകളുടെ വിപണനം. ന്യൂസ് 18 ഗുരുവായൂർ. ബന്ധുക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് റോഡരികിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന മാനസിക വൈകല്യമുള്ള വൃദ്ധന് കൈത്താങ്ങായി ന്യൂസ് 18 വാർത്ത. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ സ്വാന്തനം കെയർ യൂണിറ്റാണ് കുഴിവിള സ്വദേശി സുധാകരന് ചികിത്സയും സൗകര്യവും ഒരുക്കിയത്. ആക്കുളം ഉള്ളൂർ റോഡിൽ യാത്ര ചെയ്യുന്നവർക്ക് നൊമ്പരക്കാഴ്ചയായിരുന്നു സുധാകരന്റെ ജീവിതം. 4 സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും ഉണ്ടായിട്ടും കൂടെ കൂട്ടാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലായിരുന്നു കടുത്ത വേനലിലെ നരകയാതന. മാനസിക വൈകല്യമുള്ള സുധാകരന്റെ ദുരിത ജീവിതം ന്യൂസ് 18ലൂടെ പുറം ലോകമറിഞ്ഞു. വൈകാതെ സഹായഹസ്തവുമായി ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ സാന്ത്വനം കെയർ യൂണിറ്റ് എത്തി. സുധാകരനെ ആശുപത്രിയിലെത്തിച്ച ആരോഗ്യ പ്രവർത്തകർ ചികിത്സയും ഭക്ഷണവും ഉറപ്പാക്കി. ഞാൻ ന്യൂസ് 18 ചാനൽ കാണുകയുണ്ടായി. അതുവഴി എനിക്ക് ശ്രീ സുധാകരൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ സാറുമായിട്ട് അത് പങ്കുവെക്കുകയും അദ്ദേഹം ഉടനെ ഞങ്ങളുടെ ടീമായ ഡോക്ടർ രാമൻ നായരും അതുപോലെ മറ്റുള്ള ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെയും ഉടൻ തന്നെ ന്യൂസ് 18 കോൺടാക്റ്റ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പേഷ്യൻറ്റിൻ്റെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാം എന്ന് എന്നോട് പറയുകയും അതനുസരിച്ചാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ബന്ധുക്കളും ഉറ്റവരുമൊക്കെ കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ സമൂഹത്തിന്റെ സാന്ത്വന സ്പർശം ഈ 63കാരന് പുതുജീവൻ നൽകുകയാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.